ബ്രില്യൻറ്റിൽ പോയാൽ രാവിലെ 4 മണിക്ക് എണീക്കണം, 10 മണിക്ക് കിടന്ന് ഉറങ്ങേണ്ടി വരും. ഈ കൈൻഡ് ഓഫ് പലവിധ നെഗറ്റീവ് കമൻസ് കേട്ടിട്ടായിരുന്നു ഞാൻ ബ്രില്യൻറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു 2 ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് മന്ത് ഓഫ് ബ്രില്യൻറ്റ് പാല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ പാലയിൽ മെയിൻ ക്യാമ്പസിലായിരുന്നു പോയി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റലിൽ നിന്നിട്ട് തന്നെയായിരുന്നു. ഇനി ആദ്യം തന്നെ ചെന്നപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് ഡി ബ്ലോക്ക് അല്ലേ, ആ വലിയ ഒരു ഭംഗിയുള്ള സ്ഥലം ഡി ബ്ലോക്ക്. അത് പ്രതീക്ഷിച്ചായിരുന്നു ഞാനും പോയിരുന്നത്. പക്ഷേ ഡി ബ്ലോക്ക് അല്ല, എ ബ്ലോക്ക് ആയിരുന്നു കിട്ടിയിരിക്കുന്നത്. മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, എ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ പരിസരത്തുള്ള ഹോസ്റ്റലിലുള്ളവരെല്ലാം എ ബ്ലോക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് നടന്ന് പോവുകയാണ് ചെയ്യുക ക്യാമ്പസിലോട്ട്. അപ്പോൾ അതുകൊണ്ട് ഡി ബ്ലോക്ക് അല്ല, എ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. എ ബ്ലോക്കും ഡി ബ്ലോക്കും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡി ബ്ലോക്കാണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയും അത്യാവശ്യം ഒരു ലക്ഷറി ഗ്രാൻഡ് ഫീൽ ഉള്ളത് ഡി ബ്ലോക്ക് തന്നെയാണ്. എ ബ്ലോക്ക് സാധാ ഒരു സ്കൂൾ വൈബ് തന്നെയാണ്. പക്ഷേ രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ക്ലാസ്സസ് സെയിം ആണ്, ഫെസിലിറ്റീസ് സെയിം ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഡി ബ്ലോക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കഫറ്റീരിയ, ക്യാൻറ്റീൻ അതൊക്കെ ഉള്ളില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ ഓരോ ബ്രേക്കിലും നമ്മളോട് പറയുന്നത് താഴെ ഇറങ്ങിപ്പോൾ. അപ്പോൾ ഇരിക്കാനും ഒരു ഗാർഡൻ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എ ബ്ലോക്കിലാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയുള്ളത് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടിട്ട് എ ബ്ലോക്ക് തന്നെയാണ്. ഈ ക്ലാസ്സിൻ്റെ ടൈമിംഗ് വരുന്നത്, ഞാൻ 7:30 ബാച്ചായിരുന്നു. പല ബാച്ചസ് അവിടെയുണ്ട്. 7:30 ബാച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ വീക്കിലി 2 ഡേയ്സ് ഫുൾ ഡേ ക്ലാസ്സും ബാക്കി ദിവസങ്ങൾ 12:30 വരെയായിരിക്കും ക്ലാസ്. 7:30 to 12:30. ഇനി ഫുൾ ഡേ ഉള്ള ദിവസങ്ങളിൽ 7:30 to 12:30 നമുക്ക് ക്ലാസ് ഉണ്ടാവും. 12:30 to 1:15 നമുക്ക് ബ്രേക്ക് ഉണ്ട്, ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ 3:15 അല്ലെങ്കിൽ 3:30 വരെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഹോസ്റ്റലിൽ പോകാം, അല്ലെങ്കിൽ അവിടെ റെഫറൻസിന് ഇരിക്കാം. അത് യൂണിഫോംസ് ആണ്. യൂണിഫോംസ് നമുക്ക് 3 കളർ ടീഷർട്സ് ഉണ്ട്. ഓരോ ദിവസം നമ്മൾ മാറി ഇടാണ്. ഫസ്റ്റ് നമുക്കൊരു ഡാർക്ക് ബ്ലൂ ഉണ്ട്, പിന്നെ ഗ്രേ ഉണ്ട്, പിന്നെ ഒരു ഒലീവ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഡിഫറൻറ്റ് ആയിരുന്നു, ഈ ഇയർ ന്യൂ യൂണിഫോംസ് ആണ്. അതൊക്കെയാണ് യൂണിഫോംസിൻ്റെ കാര്യം. ഇനി ക്യാമ്പസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ ക്ലാസ്സും പല ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ മിക്കതും അവർ ട്രൈ ചെയ്യുന്നത് ഒരു ക്ലാസ്സിൽ മാക്സിമം ആ ഹോസ്റ്റലിലുള്ള പിള്ളേരെ എല്ലാം ഇങ്ങോട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെ പല കുട്ടികളും പല ബാച്ചസാണ്. അതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ആവറേജ് ഒരു 80 സ്റ്റുഡൻസ് എങ്കിലും ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവും. അടുത്തത് ക്യാമ്പസിലെ ഷോപ്സിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് അവിടെ മെയിൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാല ബേക്കറി ഉണ്ട്. പാല ബേക്കറിയിൽ ഇല്ലാത്ത സംഭവങ്ങളില്ല. അത്രയും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ പഫ്സ്, ചിക്കൻ ടിക്ക പഫ്സ്, എഗ് പഫ്സ്, മീറ്റ് പഫ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഷേക്ക്, കോഫി, ജ്യൂസസ്, പിന്നെ ബിരിയാണി വരെ നമുക്ക് അവിടെ കിട്ടും. ബ്രോസ്റ്റഡ് ചിക്കൻ വരെ അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് വേറൊരു സ്റ്റോർ പോലത്തെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ സ്റ്റേഷനറീസ്, A4 അങ്ങനത്തെ സ്റ്റേഷനറീസ് എല്ലാം കിട്ടും. ആൻഡ് ഓൾസോ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, ലേസ് അതൊക്കെ കിട്ടും. വേറൊരു ഷോപ്പുണ്ട്, അതും ഇതുപോലെ ബ്രില്യൻറ്റിൻ്റെ ഒരു ഫ്രൂട്ട് സ്റ്റോളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാം. അവിടെ ഓൾസോ ഈ ഒരു കഫറ്റീരിയ പോലെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, ജ്യൂസും ടീയും എല്ലാം ഉണ്ട്. അങ്ങനത്തെ വീണ്ടും ഒരു ഷോപ്പും കൂടി ഉണ്ട്. അത് ഏതോ പ്രൈവറ്റ് ആൾക്കാർ റൺ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നമുക്ക് ഐസ്ക്രീമും സംഭവങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് എന്തൊക്കെ കിട്ടും അതെല്ലാം ആ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെ ഉണ്ട്. ഇനി ഇതും പോരാഞ്ഞിട്ട് നമ്മൾ റെഫറൻസിന് പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. മിക്കതും ടീച്ചേഴ്സാണ് അവിടെ വന്ന് കഴിക്കാറ്. പക്ഷേ കുട്ടികൾക്കും അത് കഴിക്കാം. അവിടെ ബിരിയാണി ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, പൊറാട്ട ചിക്കൻ, അങ്ങനെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. അതിൽ പൊറാട്ടയും ചിക്കനൊക്കെ മേടിക്കുമ്പോൾ അവർ നല്ല ക്വാണ്ടിറ്റിയിൽ തരും. ബിരിയാണിക്ക് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ തരും. ആൻഡ് അവിടെ വേറൊരു സ്റ്റോറും ഉണ്ട്. ആ സ്റ്റോറിലും ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് മെയിൻ സ്റ്റോർസ് ബ്രില്യൻറ്റിൽ വരുന്നത്. 2 ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ ബാക്കി ഓരോ ഷോപ്സും അവിടെ ഉണ്ട്. ഇനി പ്രൊഫസേഴ്സിൻ്റെ കാര്യം, ഓരോ ചാപ്റ്ററിനും ഓരോ പ്രൊഫസേഴ്സാണ്, ഓരോ സബ്ജക്റ്റിനല്ല ടീച്ചേഴ്സ്. ഇപ്പോൾ മോഷൻ്റെ പ്ലെയിൻ ഒരു സാറാണെങ്കിൽ മോഷൻ്റെ സ്ട്രേറ്റ് ലൈൻ വേറെ സാറായിരിക്കും. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് ഒബ്വിയസ്ലി ക്ലാസ്സിൽ ചോദിക്കാം. അതല്ല നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അത് ഫിസിക്സിൻ്റെ ടീച്ചേഴ്സ് ഒരു സൈഡിൽ, കെമിസ്ട്രിയുടെ ടീച്ചേഴ്സ് ഒരു സൈഡിൽ. നമ്മൾ പഠിപ്പിച്ചതാണോ ഒന്നും കുഴപ്പമില്ല, നമുക്ക് ആ സാറിനോട് പോയിട്ട് ഡൗട്ട് ചോദിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രില്യൻറ്റിൻ്റെ ടാബിലും നമുക്ക് ഈ ലേണിംഗിൽ ചെന്നിട്ട് ഡൗട്ട് ക്ലിയറൻസിൽ ചോദിക്കാം. അപ്പോൾ സാറുമാരോടും ചോദിക്കാം, AI ചോദിക്കാം. അപ്പോൾ ആ കാര്യമൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ റെഫറൻസിന് വേണ്ടി ഇരിക്കാം. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിന് പകരം അവിടെ ഇരുന്ന് പഠിക്കാം. കുറച്ചും കൂടി ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അവിടെ. പിന്നെ അവിടെ കുറേ ബുക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ബുക്സ് എടുത്ത് നമുക്ക് റെഫർ ചെയ്യാം. പക്ഷേ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റില്ല. ഇനി വീട്ടിൽ എടുക്കണം എന്നാണെങ്കിൽ അവിടെ വേറൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ബുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഐ ഡി കാർഡ് വെച്ച് സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് ബുക്ക് എടുക്കുന്നത്. അതിന് ഒരു കുറവുമില്ല. അത്യാവശ്യത്തിന് ബുക്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. എൻറ്റയർ ലൈബ്രറി തന്നെ ഉണ്ട് നീറ്റുകാർക്ക് വേണ്ടിയിട്ട്. പല പബ്ലിക്കേഷൻസിൻ്റെയും തൗസൻഡ്സ് ഓഫ് ബുക്സ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എടുത്തത് ഒരു ഫിസിക്സിൻ്റെ ഒരു ബുക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ മെറ്റീരിയൽസിനെ പറ്റി പറയാനാണ്. റിപ്പീറ്റർ ബാച്ച് ആയിരുന്നു ഞാൻ, നീറ്റ് റിപ്പീറ്റർ ബാച്ച്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 27 ബുക്സ് തന്നിട്ടുണ്ട്. 27 ബുക്കിൽ വർക്ക് ബുക്ക് ഉണ്ട്, ക്ലാസ് നോട്ട് ഉണ്ട്, അസേർഷൻ റീസണിംഗ് ഉണ്ട്, NTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബ്രെയിൻ പോയിന്റർ ഉണ്ട്, ലെക്ചർ നോട്ട് ഉണ്ട്. ക്ലാസ് 11ൻ്റെയും 12ൻ്റെയും സിലബസ് രണ്ടിനും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ പ്രാക്ടീസ് കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്. സോ അത്യാവശ്യം അധികം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി അതും പോരെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റെഫർ ചെയ്യാം, വീട്ടിലേക്ക് കൊടുക്കാം നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ബുക്സ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബാച്ചാണ്. ഞങ്ങൾക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ട്. സാർ നമ്മളെ ക്ലാസ് തുടങ്ങുമ്പോഴും ക്ലാസ് കഴിഞ്ഞാലും ക്ലാസ്സിൽ ഇടയ്ക്ക് വന്നിട്ടും ഫുൾ മോട്ടിവേഷനാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ടും ഞങ്ങൾ ക്ലാസ് ടീച്ചർ വന്ന് ചോദിക്കും, ഈ ക്ലാസ് മനസ്സിലായോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ക്ലാസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് പറയാം. അടുത്തത് എനിക്ക് പറയാനുള്ളത് ബ്രില്യൻറ്റിലെ ഒരു സ്റ്റുഡൻറ്റിന് തരുന്ന ഒരു സപ്പോർട്ടിനെ പറ്റിയിട്ടാണ്.
ഞങ്ങളിപ്പോൾ 1 മന്ത് ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. എന്നിരുന്നാൽ പോലും നമുക്കൊരു 3 or 4 ടൈംസ് നമുക്ക് ഡയറക്ടർ സാറിൻ്റെ വക മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളൊന്ന് വിളിച്ച് എല്ലാവരോടും എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഈ 1 ഇയർ ഗോ ത്രൂ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതായത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ കൗൺസിലിംഗ് ആൾക്കാരുടെ വകയുള്ളൊരു കൗൺസിലിംഗ് ടീമുണ്ട് നമുക്ക് ബ്രില്യൻറ്റിൽ. എന്ന് വെച്ചാൽ അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് എനി കൈൻഡ് ഓഫ് ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ടീച്ചറോട് പറയാം. അങ്ങനെ നമുക്ക് കൗൺസിലിങ്ങിന് പോകാം. നമുക്ക് എന്തൊരു വിഷമം തോന്നിയാലോ ലൈക്ക് എന്താണ് വിഷമത്തിൻ്റെ റീസൺ എന്ന് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ആ ഒരു ഫെസിലിറ്റി ഏതൊരു ടൈമും നമുക്ക് ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി സംസാരിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടർ സാർ വിളിച്ച് ജോർജ് സാർ വിളിച്ച് നമുക്ക് മോട്ടിവേഷൻ തരും. നമ്മളൊരു എക്സാം കഴിഞ്ഞ് നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന സമയത്താവും സാർ വിളിച്ച് മോട്ടിവേഷൻ തരുന്നത്. അത് ഓഡിറ്റോറിയത്തിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കാറ്. ഓവറോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. റീസെൻ്റ്ലി ബ്രില്യനെ പറ്റി കുറേ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഓൺലൈനിലും എല്ലായിടത്തും. പക്ഷേ അവിടെ പോയി പഠിച്ച് ഒരു ലൈക്ക് പഴയതൊന്നും അല്ലല്ലോ, ഒരു 10 വർഷത്തെ കാര്യം 5 വർഷത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. 2026 പഠിച്ചത് റീസെൻ്റ് ആയിട്ട് 1 മന്ത് ഈ ഒരു മന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നത്. അവിടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സപ്പോർട്ട് അത്ര അടിപൊളിയാണ്. അത്ര അധികം സപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് തരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ലാസ് ടീച്ചർമാർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോർഡിനേറ്റർ സാർമാരും ക്ലാസ്സിൽ വന്നിട്ട് മോട്ടിവേഷൻ തരും. ഇനി ഓരോ എക്സാംസ് കഴിഞ്ഞിട്ടും നമുക്ക് മോട്ടിവേഷൻ തരും. നമുക്കതല്ല കുറച്ചും കൂടി പേഴ്സണലായിട്ട് പറയണമെന്നുണ്ട് വേറൊരാളോട് എങ്കിൽ അവിടെ നമുക്ക് കൗൺസിലിംഗ് ടീമുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഒരാളോട് പറയണം. നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന അവർക്കത് കാണാൻ പറ്റില്ലല്ലോ. നമ്മളത് ഓപ്പണപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്തിരിക്കും. അത് 100% ഷുവറാണ്. ഇനി ഫിസിക്കൽ പ്രോബ്ലംസ് വരികയാണെങ്കിൽ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, സിക്ക് റൂം ഉണ്ട്. സിക്ക് റൂമിൽ ഒരു ഡോക്ടർ ഇരിക്കും. നമുക്ക് എന്തെങ്കിലും ചെറിയ വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഡോക്ടർ നമ്മളെ നോക്കി നമുക്ക് മെഡിസിൻ എഴുതി തരും. ഇനി ഒന്നെങ്കിൽ നമുക്ക് അടുത്ത് വല്ല ഫാർമസി ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം, അതല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് മരുന്ന് എത്തിച്ചേരും. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടും. ഇനി സിക്ക് റൂമായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ ചെറിയ തലവേനയോ വയറുവേനൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കിടക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് എല്ലാം ആ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലുണ്ട്. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് എന്താണ് വേണ്ടത്, ഫുഡ് ഉണ്ട്, നമ്മളെ കേൾക്കാനാണെങ്കിൽ മെൻറ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഓൾ കൈൻഡ് ഓഫ് ഫെസിലിറ്റി ബ്രില്യൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ഓപ്പണപ്പായി പറയണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഫോൺ യൂസേജിനെ പറ്റിയിട്ട് ഇതായിരിക്കും പലർക്കും സംശയം ഉണ്ടാവുക. ഫോൺ യൂസേജിനെ പറ്റി പറയാനായിട്ട് പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയാം. ഞങ്ങളുടെ ഹോസ്റ്റലിൽ പല ആൾക്കാർക്കും പല ഹോസ്റ്റലാണ്. ഇപ്പോൾ ഞാൻ ഒരു ഹോസ്റ്റലിനെ പറ്റി ഒപ്പീനിയൻ ഷെയർ ചെയ്തെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഈ സെയിം ഒപ്പീനിയൻ ആവണമെന്നില്ല. ചിലവരുടെ ഹോസ്റ്റൽ നല്ലതായിരിക്കും, ചിലവരത് മോശമായിരിക്കും. അപ്പോൾ പലർക്കും പലതാണ്. പക്ഷേ മിക്ക അതും ബ്രില്യൻറ്റിൻ്റെ ആണല്ലോ. അതിപ്പോൾ കൺട്രോൾഡ് ആയാലും സൂപ്പർവൈസ്ഡ് ആയാലും ബ്രില്യൻറ്റിൽ പറയുന്ന റൂൾസാണ് ഇവർ മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റത്തെ 1 വീക്ക് നമുക്ക് എല്ലാ ദിവസവും ഫോൺ ഉണ്ടായിരുന്നു. ഫുൾ ടൈം 24 hours നമുക്ക് ഫോൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് വീക്കിലി 3 days നമുക്ക് മാത്രം ഫോൺ തരുള്ളൂ, 1 hour. അതും ഡിന്നറിൻ്റെ ടൈമിലായിരിക്കും നമുക്ക് ഫോൺ കിട്ടാന്ന്. അപ്പോൾ ആ ടൈമിൽ ഫസ്റ്റ് ഒരു വീക്ക് എല്ലാവർക്കും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം നമ്മൾ ഫോൺ പിടിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ബ്രില്യൻറ്റ് ചെയ്ത ഒരു വളരെ നല്ലൊരു കാര്യം, എല്ലാ ദിവസവും നമുക്ക് ഫോൺ കിട്ടും. ഫുഡിൻ്റെ കൂടെയാണ്, പക്ഷേ സ്റ്റിൽ എല്ലാ ദിവസവും നമുക്ക് ഫോൺ കിട്ടും. നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം. എല്ലാ ദിവസവും 45 minutes നമ്മൾ രാത്രി ഡിന്നർ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ഫോൺ തരാം. അപ്പോൾ ആ വിധത്തിലൊരു പ്രശ്നം സോൾവ് ആയി. ഇനി നമ്മൾ ഈ നോക്കിയ കീപാഡ് ഫോൺ കൊണ്ടുവരണ്ട, നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെ കൊണ്ടുപോകാം. അവരവിടെ എടുത്ത് വെക്കും. സമയമാകുമ്പോൾ നമ്മൾ പോവാം, നമ്മളത് എടുക്കുക, നമ്മൾ യൂസ് ചെയ്യുക, ബെല്ലടിക്കും, സമയം കഴിഞ്ഞ് അവിടെ കൊണ്ടുവയ്ക്കാം. അതാണ് ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു സ്പെഷ്യൽ കാര്യം, അത് ഇതുവരെ ബ്രില്യൻറ്റ് പഠിച്ച ആർക്കെങ്കിലും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് വേൾഡ് കപ്പ് FIFA നടന്ന ഫൈനൽസിൻ്റെ അന്ന് ആ രാത്രി മൊത്തം നമുക്ക് ഫോൺ തന്നിരുന്നു. ക്യാൻ യു ബിലീവ് ഇറ്റ്? റെൻഡറൻസ് കോച്ചിങ് സെൻ്ററാണ് ഇത് ചെയ്യുന്നത്. സോ മെയിൻലി നമ്മുടെ കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ള മെയിൻ ഫോക്കസോട് കൂടിയാണ് അവർ ചെയ്യുന്നത്. മാക്സിമം നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ടെങ്കിലും അതിനെ അവർ സോൾവ് ചെയ്ത് നമ്മളവിടെ ഹാപ്പി ആക്കാൻ മാക്സിമം അവർ ട്രൈ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ബ്രില്യൻസ് ഇസ് ദ ബെസ്റ്റ് ഇൻ ദാറ്റ് ആസ്പെക്ട്. ആൻഡ് ബാക്കി ഈ ആസ്പെക്റ്റിലായാലും കുട്ടികളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും അക്കാഡമിക് വൈസ് എല്ലാം കൊണ്ടും ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു ഇറ്റ് ഇസ് ദ ബെസ്റ്റ്. ഇതൊക്കെയായിരുന്നു എൻ്റെ 1 month ഓഫ് ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ പറഞ്ഞാലും സ്ട്രെസ് ഒരു ഭാഗത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് പിയർ പ്രഷറാണ്. നമ്മൾ എവിടെ പോയാലും ആൾക്കാരോട് പഠിക്കേണ്ടാവും. ചിലപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ആൾക്കാരിരുന്ന് പഠിക്കേണ്ടാവും. നമ്മൾ രാവിലെ എണീക്കുമ്പോഴും ആൾക്കാർ അവിടെ ഇരുന്ന് പഠിക്കേണ്ടാവും. പിയർ പ്രഷർ ഇസ് സംതിങ് വിച്ച് വി കാണ്ട് ഇഗ്നോർ. അത് ഓൾവേസ് അവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു മൈ എക്സ്പീരിയൻസ് അബൌട്ട് ബ്രില്യൻറ്റ്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. സോ ബൈ.